ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറെ അധികം നാളുകളായി നമ്മളിങ്ങനെ മുഖാമുഖം ഇരുന്നിട്ട് അല്ലേ? അതിനുള്ള ഭാഗ്യം നമ്മുടെ മക്കൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരിയാ, നമ്മളായിട്ട് ഇരു കുടുംബങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ല. മക്കളായിട്ട് അത് ചെയ്യുമെങ്കിൽ നമുക്കതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യാം. ബ്രോ മാരീഡ് ആണോ? പിന്നെ ബ്രോ ഞങ്ങളത് ഡിസ്ചാർജാ. അപ്പൊ ഇനി വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം. ബൈ അങ്കിൾ. ടാറ്റാ. അതെ അങ്കിൾ, വിഷ്ണുച്ചൻ വന്നില്ലെങ്കിൽ കണ്ടുപിടിച്ചു തരണേ. ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും. പോരെ? ശരി, പോട്ടെ. ശരി, വാ. ടാറ്റ അങ്കിൾ. പപ്പി, പപ്പി, ഇതെവിടെ പോയി? അച്ഛാ, എനിക്കൊരു ജ്യൂസ് കൂടി വേണം. അതിനെന്താ, നമുക്ക് ജ്യൂസ് കുടിച്ചു കളയാം. വാ. പപ്പി, 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 പപ്പി. ഇതെവിടെ പോയി? പപ്പി, ചേച്ചിയമ്മേ, നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെ പോയിരുന്നു? ശ്യാമ കാറിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുക. ഡിസ്ചാർജ് ആയി. പിന്നെ ചേച്ചിയമ്മേ, ഞങ്ങൾ അപ്പുറത്തെ റൂമിലെ അങ്കിളിനെ കണ്ടു. വിഷ്ണുച്ചൻ വന്നില്ലെങ്കിൽ കണ്ടുപിടിച്ചു തരാന്നും പറഞ്ഞു. നല്ല അങ്കിളാ, ഉറപ്പായിട്ടും വിഷ്ണുച്ചനെ കണ്ടുപിടിച്ചു തരും. ആ അങ്കിളാ എനിക്ക് ഓറഞ്ച് തന്നത്. ബില്ലിങ് തന്നേക്ക്, ഞാൻ അത് അടച്ചിട്ട് വരാം. എന്നാ പിന്നെ നിങ്ങൾ എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വന്നാ മതി. ചേച്ചിയമ്മേ, ചേച്ചിയമ്മയ്ക്ക് അങ്കിളിനെ കാണണോ? വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി കാണിക്കാം. പിന്നെ ആവട്ടെ മോളെ. അപ്പോഴേക്ക് അങ്കിളങ്ങ് പോയില്ലേ? ശ്യാമേ, സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചോ? ഇതുകൂടെ ഉള്ളൂ. ശരി. ഞാനെന്നാ ബില്ലടച്ചിട്ട് വരാം.
ഞാനും വരാം ചേച്ചിയമ്മേ. മൂക്ക് വയ്യാത്തല്ലേ? വയ്യായികയൊക്കെ മാറിയില്ലേ? എങ്കിൽ ശരി, വാ. ശരി. ചേച്ചിയമ്മേ, ദേ അതാ അങ്കിളുടെ റൂം. വാ, നമുക്ക് അങ്കിളിനെ കണ്ടിട്ട് പോവാം. ഏയ് മോളിങ്ങി വന്നേ, നമുക്ക് അങ്കിളിനെ പിന്നെ കാണാം. വാ. നമുക്ക് അങ്കിളിനെ കണ്ടിട്ട് പോവാം ചേച്ചിയമ്മേ. നമുക്ക് വേറൊരു ദിവസം കാണാം. പപ്പി, പപ്പി. ആ ശരി, ഞാൻ നോക്കട്ടെ. ഞാൻ വിളിക്കാമെന്നേ. ആ ശരി, ഓക്കെ ഓക്കെ. ഇവനെന്തോ തീരുമാനിച്ചുറപ്പിച്ച വരവാണല്ലോ. കുട്ടികളുടെ കാര്യത്തില് ഇനി ഒരു നീട്ടിക്കൊണ്ടുപോകല് വേണ്ട. അതാ ഞാൻ തന്നെ നേരിട്ട് വന്നത്. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഡെയ്സി ഉണ്ട്, മോളകത്തുണ്ട്. ആ നീ വന്ന കാലം എനിക്കത് അകത്തോട്ട് കയറി വാ. വാടാ. ആ ഇരിക്കും മഹേന്ദ്ര. കുറെ അധികം നാളുകളായി നമ്മളിങ്ങനെ മുഖാമുഖം ഇരുന്നിട്ട്, അല്ലേ? അതിനുള്ള ഭാഗ്യം നമ്മുടെ മക്കൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരിയാ, നമ്മളായിട്ട് ഇരു കുടുംബങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ല. മക്കളായിട്ട് അത് ചെയ്യുമെങ്കിൽ നമുക്കതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യാം. അല്ല ഡെയ്സി, വിളിക്കാം. എൽസമ്മേ, എൽസമ്മേ, എന്തോ? നീ ഇവിടെ വരെ വന്നേ. ആ ഡെയ്സിയെ കൂടെ വിളിച്ചോ. ആ അവരുടെ കാര്യമല്ലേ സംസാരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇനി തള്ളിക്കളഞ്ഞെന്ന് പറയണ്ടല്ലോ. അച്ഛാ, ചുമ്മാ ഒന്ന് കേറിയിട്ട് പോവാന്ന് വെച്ചു. എന്നാ ഞാൻ ചായ എടുക്കാം. വേണ്ട, ചായയൊക്കെ ഇനിയും കുടിക്കാമല്ലോ. ഡെയ്സിയും ഡെയ്സിയുടെ അമ്മയും കൂടി കേൾക്കേണ്ട കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്.